अल्लाह ताला के नाम के साथ बिस्मिल्लाह, जो इंतहाई रहमान और रहीम है। तमाम मुअज़्ज़ज़ मेहमानों को अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും ശാന്തിയും നിങ്ങൾക്ക് മേൽ വർഷിക്കുമാറാകട്ടെ. ഇന്ന് വീണ്ടും ഒരിക്കൽ കൂടി നമുക്കിവിടെ ഈ പി സിമ്പോസിയത്തിൻ്റെ സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടെ അവസരം ലഭിച്ചിരിക്കുകയാണ്. അഹമ്മദി ജമാഅത്ത് UK ഇതിനുള്ള സംവിധാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ ഉദ്ദേശം നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രശ്നങ്ങളെ നമ്മൾ അതിന് സോൾവ് ചെയ്യുക എന്നതാണ്. എങ്ങനെയാണ് സമൂഹത്തിലൊരു നല്ല രീതിയിലുള്ള മാറ്റം വരുത്താൻ കഴിയുക, എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ശരിയായ സമാധാനം നമുക്കുണ്ടാക്കാൻ കഴിയുക എന്നുള്ള പരിശ്രമമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി ലോകത്തുള്ള രാഷ്ട്ര നേതാക്കന്മാരെയും അതുപോലെ തന്നെ പൊതുസമൂഹത്തോടും ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എല്ലാവരും സാമൂഹ്യമായ നമ്മുടെ എല്ലാ തരത്തിലുള്ള വെറുപ്പുകളും ഇല്ലാതാക്കുക, നമ്മൾ ഒരുമിച്ച് കൂടുക, സമൂഹത്തിൽ നല്ല സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ നല്ലപോലെ പരിശ്രമിക്കുക. ഞാൻ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് എല്ലാ തരത്തിലുള്ള യുദ്ധങ്ങളെ അവസാനിപ്പിക്കുക, എങ്ങനെയാണ് നമ്മുടെ തർക്കങ്ങൾ ഇല്ലാതാക്കുക. അത് മതത്തിൻ്റെ പേരിലാണെങ്കിലും അതല്ല അത് മറ്റെന്തെങ്കിലും കാരണമാണെങ്കിലും ശരി, അത് രാഷ്ട്രീയപരമാണെങ്കിലും ശരി. ഞാൻ തുടർച്ചയായി വിവിധ സമൂഹങ്ങൾക്കിടയിൽ ബന്ധിക്കുന്നതിനുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് എങ്ങനെയാണ് നമുക്ക് സമൂഹത്തിൽ പരസ്പരമുള്ള സമൂഹങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ അവരെങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് കൂട്ടാൻ പറ്റുമെന്നും എങ്ങനെയാണ് വെറുപ്പില്ലാതാക്കാൻ കഴിയുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്ക് നൽകപ്പെടുന്ന അധ്യാപനം അത് വെറുപ്പും അതുപോലെ തന്നെ തർക്കങ്ങളും ഇല്ലാതാക്കുന്നതിനാണ്. ചില സമയത്ത് അത് പ്രാദേശികമായുള്ള പ്രശ്നങ്ങൾ അത് വലിയ യുദ്ധങ്ങളായി മാറുന്നു. ചിലപ്പോൾ പുറത്തു നിന്നുള്ള രാഷ്ട്രങ്ങളും ശക്തികളും അതിൽ തങ്ങളുടെ രീതിയിൽ അതിൽ ഇടപെടുന്നു. അതിൻ്റെ പരിണിതഫലമായിക്കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരു മുൻഗണന കൊടുക്കുന്നു. അത് ഏതെങ്കിലും ഒരു സമൂഹം ഒരു പ്രത്യേക ഭാഗത്ത് മാത്രമായി യുദ്ധം ഒതുങ്ങുന്നില്ല. ഈ അടുത്ത കാലത്ത് നമുക്കറിയാം നമുക്ക് എങ്ങനെയാണ് ഭൗതിക ശക്തികൾ അവരുടെ ഇടപെടുന്നത് കാരണം ആദ്യം ഇറാഖിലും പിന്നെ ഷാമിലും സുഡാനിലും എങ്ങനെയാണ് അവസ്ഥകളെ അത് ബാഹ്യശക്തികൾ വന്ന് കേടുവരുത്തിയെന്ന് നമുക്കറിയാം. അവിടെയുള്ള പ്രാദേശിക രാഷ്ട്രീയ അവസ്ഥകൾ അതിൻ്റെ ദൗർബല്യത്തെ മുതലെടുത്തുകൊണ്ട് അതിനുള്ള കാരണമെന്ന് പറയുന്നത് നീതിന്യായത്തിൻ്റെ കുറവുകളായിരുന്നു. അവിടെ സമത്വത്തിൻ്റെ കുറവായിരുന്നു ഉണ്ടായിരുന്നത്. തുടർച്ചയായി നമ്മൾ സമത്വത്തിൻ്റെ കുറവാണ് ഉള്ളത്. അത് സമൂഹത്തിലും ലോകത്ത് മുഴുവനും ഒരു വളരെ അസ്ഥിരതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ രാഷ്ട്രീയ നേതൃത്വവും പൊതുസമൂഹവും ഈ കാര്യത്തിൽ ഞാൻ ഈ പറയുന്നതിനോട് തീർച്ചയായും യോജിക്കുന്നതാണ്. നമ്മളെന്തായാലും ഒരുമിച്ച് പരിശ്രമിക്കുകയും നമ്മൾ ഒന്നിച്ചു ചേർത്ത് നിൽക്കുകയും വേണം. ചില ആളുകൾ ചില ആളുകളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ കാലഘട്ടത്തിൽ തർക്കങ്ങൾ അത് ഒരു സന്ദർഭത്തിൽ പോലും ഒരു ആഗോള തലത്തിലേക്കുള്ള ഒരു തർക്കവും വലിയ യുദ്ധവുമായിട്ടുള്ള അവസ്ഥയായി മാറുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. ഞാൻ അനാവശ്യമായ രീതിയിൽ ചില എൻ്റെ തെറ്റായ ധാരണകൾ ഞാനതിനെ അങ്ങനെ പറയുന്നു എന്ന് കരുതുന്നവരുണ്ടാകും. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമുക്കറിയാം എങ്ങനെയാണ് അവസ്ഥകൾ മാറിയത് എന്ന്. മാത്രമല്ല ഒരുപാട് നമ്മുടെ വക്താക്കളും അതുപോലെ തന്നെ നിരൂപകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മളോട് യോജിക്കുന്നില്ലെങ്കിൽ പോലും പക്ഷേ അവർ കാണുന്ന അവരുടെ കാഴ്ചപ്പാടുകൾ അതൊരിക്കലും തന്നെ നീതിപൂർവമല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു.
അവർ കഴിഞ്ഞ കാലത്തെയും അതുപോലെ തന്നെ ചരിത്രത്തെയും അതിൻ്റെയും വളരെ ഭയാനകമായ പാഠങ്ങളിൽ നിന്ന് ഒരു പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല. അങ്ങനെ ഈ സന്ദർഭത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ രാഷ്ട്രങ്ങളും സമൂഹങ്ങളും ഇടയിലുള്ള തർക്കങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുഖം തിരിക്കുകയാണ്, കണ്ടിട്ട് പോലും അവർ കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഈ യാഥാർത്ഥ്യം തീർച്ചയായും അവർക്ക് മുന്നിലുണ്ട്. അവർ ചില സമയത്ത് പറയുന്നത് അറിയുന്നില്ല എന്ന് പറയാറുണ്ട്, അതും ഒരു അനുഗ്രഹം തന്നെയാണ്. അതുകൊണ്ട് അറിവ് എൻ്റെ കുറവിനെ അതിനവർ നല്ലതായി മനസ്സിലാക്കുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വരെ അവരുടെ ചിന്താഗതികൾക്ക് ഒരു പ്രസക്തിയുമില്ല. ബാഹ്യമായ ശക്തികൾ, അവർ ന്യൂക്ലിയർ ശക്തികൾ ഉപയോഗിക്കുമെന്ന് അവർ പറയുന്നു. ലോകത്ത് വലിയൊരു നാശമാണ് ഉണ്ടാക്കുക. ഇത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും അവർ ഇപ്പോഴും നേരത്തെയും ഒക്കെ അവർ ഇതിനെ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നില്ല, സാവധാനത്തിൽ ചിന്തിക്കുന്നില്ല. ലോകത്ത് ഉണ്ടായിരിക്കുന്ന അവസ്ഥകളെ സംബന്ധിച്ച് അതൊരു ആഗോള യുദ്ധത്തിലേക്ക് കാരണമായി തീരുമെന്നും അതിൽ നിന്ന് എങ്ങനെ ലോകത്തെ സംരക്ഷിക്കാമെന്നും ചിന്തിക്കുന്നില്ല. ഇന്നത്തെ ഈ എൻ്റെ പ്രഭാഷണത്തിൽ, എൻ്റെ പ്രസംഗത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടേണ്ട ആവശ്യമുണ്ട്. എന്താണ് ഇതിൻ്റെ ആവശ്യം? കഴിഞ്ഞ വർഷം, ഒരു വർഷമായി ഞാൻ സമാധാനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇതിന് പ്രയോജനം ഉണ്ടായത്? നമ്മൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അത് നമുക്ക് എന്താണ് പ്രയോജനം കിട്ടുന്നത്? യഥാർത്ഥത്തിൽ ലോകത്ത് സമാധാനം ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ അവർ മെല്ലെ മെല്ലെ അവരുടെ അസ്തിത്വം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണമായി UN വളരെ ദുർബലമായിട്ടുള്ള ഒരു അപ്രധാനമായിട്ടുള്ള സംവിധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അവിടെ ശക്തിയുള്ള ആളുകൾ അവരുടെ കാര്യങ്ങൾ അതവർ സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ കാര്യങ്ങളെയും ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതിനെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനസ്സിലാക്കിക്കൊണ്ട് അതിനെ വിശകലനം ചെയ്യുന്നതിന് പകരം, തീരുമാനമെടുക്കുന്നതിന് പകരം എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ എപ്പോഴും അതിനിടയിൽ വരുന്നു. അവർ വീറ്റോ ശക്തിയുള്ളവർ, അവർ അനീതിപൂർവമാണ് അതിനെ ഉപയോഗിക്കുന്നത്. സമാധാനവും നീതിയും സ്ഥാപിക്കുന്നതിന് പകരം അവർ ഈ സമയത്ത് അവരുടെ വീറ്റോ ഉപയോഗിക്കുന്നത് അവരുടെ കയ്യിൽ ചീട്ടുകൾ വന്നിരിക്കുന്നത് പോലെ അവർക്കിഷ്ടം പോലെ എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള അവസ്ഥയിലാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പരിണിതഫലമായി ലോകത്തെ എത്ര സമൂഹങ്ങളിലാണ് സമാധാനവും അതുപോലെ തന്നെ ജീവിതവും ഒക്കെ നഷ്ടപ്പെട്ടു കാരണമായത്. അവരുടെ ഈ അനീതിപരമായിട്ടുള്ള നീക്കങ്ങൾ കാരണമാണ് സംഭവിച്ചത്. ഈ വീറ്റോ ശക്തി ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരിക്കലും തന്നെ സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ നീതിയുടെയും സ്വപ്നം കാണുന്നത് പോലും അസ്ഥാനത്തായിത്തീരുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ വീണ്ടും ഇതിനെ സംബന്ധിച്ച് പറയുകയാണ്. ഇസ്ലാം ഒരിക്കലും തന്നെ സമാധാനത്തിൻ്റെ ശ്രമത്തിൽ നിന്ന് പിൻവാങ്ങാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നത്. നമുക്കെന്തായാലും സത്യം പറയേണ്ടതാണ്. അള്ളാഹുവിന് മുന്നിൽ നമുക്ക് മറുപടി കൊടുക്കേണ്ടതായി വരും. ഒരു വിശ്വാസി അള്ളാഹുവിൻ്റെ മുന്നിൽ തീർച്ചയായും എത്തിക്കൊണ്ട് തങ്ങളുടെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുകയും അതിനുവേണ്ടി ലോകത്തിന് നാശത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്ന് പറയേണ്ടതായി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കി തന്നത്, നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾ തടയുക. ചില സമയത്ത് തെറ്റായ രീതിയിൽ അതിനെ വളരെ തെറ്റായ രീതിയിൽ വിശദീകരിക്കപ്പെടുന്ന കാര്യങ്ങൾ. യഥാർത്ഥ ജിഹാദ് എന്ന് പറയുന്നത് മനുഷ്യൻ തൻ്റെ സത്യസന്ധമായ രീതിയിൽ ധൈര്യപൂർവ്വം സത്യം വെളിപ്പെടുത്തുക എന്നതാണ്. തീർച്ചയായും ദൗർബല്യമുള്ള സമൂഹങ്ങൾ ആളുകളുണ്ടാകാം. അവർക്ക് ഒരു തരത്തിൽ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാക്കുന്നില്ല. അവർ സത്യമാണെന്ന് പറയുമ്പോൾ പോലും അതിനെ
ശരിയായ രീതിയിൽ അതിനെ ലോകത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല. അവർക്ക് മേൽ ഒരുപാട് ഉപരോധങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ശ്രമിക്കുന്നു. ഇങ്ങനെ അഹമ്മദിയാബാദ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളെ സംബന്ധിച്ച് അതാണ് അതിൻ്റെ അടിസ്ഥാനം. ജമാഅത്ത് അഹമ്മദി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ആളുകളുടെ അവകാശങ്ങൾ നൽകുന്നതാണ്. അങ്ങനെ അരിവൽക്കരിക്കപ്പെട്ടതും അതുപോലെ തന്നെ ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹത്തിന് സമാധാനം കൊടുക്കുന്നതിനും അവകാശം കൊടുക്കുന്നതിനും നമ്മളെക്കൊണ്ട് കഴിയാവുന്ന എല്ലാ തരത്തിലുള്ള പരിശ്രമങ്ങളും അതുപോലെ തന്നെ അതിനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് നമ്മൾ ഈ സന്ദേശങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ലോകത്ത് മറ്റ് സമൂഹങ്ങളിലേക്ക് നമ്മൾ ഈ ശബ്ദം എത്തിക്കാൻ കഴിയുന്നവരെല്ലാം എത്തിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ജമാഅത്ത് തുടർച്ചയായി സമാധാനത്തിൻ്റെ പരിശ്രമത്തിനും മുഴുകിക്കൊണ്ടിരിക്കുന്നു. ലോകത്ത് നിന്ന് ദുഃഖത്തെ, പ്രയാസങ്ങളെ, അസ്വസ്ഥതകളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ആക്രമങ്ങൾ കാരണം, ദ്രോഹങ്ങൾ കാരണം, അനീതി കാരണം ഇവിടെ ജനങ്ങൾ അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. മതപരമായ ബന്ധങ്ങൾ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ലോകത്തുള്ള ഏത് മതത്തിൻ്റെ ആളാണെങ്കിലും അത് ഈസാ അലി ഇസ്ലാമോ മൂസ അലി ഇസ്ലാമോ അല്ലെങ്കിൽ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോ ആകട്ടെ, അവരാരും തന്നെ തങ്ങളുടെ അനുയായികൾക്ക് ഒരിക്കലും തന്നെ സമൂഹത്തിൽ സമാധാനം ഇല്ലാതാക്കുന്നതിനും ദ്രോഹിക്കുന്നതിനും ആക്രമണം ഉണ്ടാക്കുന്നതിനും പറഞ്ഞിട്ടില്ല. ചില വളരെ ശക്തമായ അവസ്ഥകളിൽ ഒരു പരിധിവരെ വാളുടക്കുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ആത്മാവ് അക്രമത്തെയും ദ്രോഹത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ്. ഇസ്ലാം എന്ന് പറയുന്നത്, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തന്നെ, പേര് തന്നെ സമാധാനം എന്നാണ്. അതിനെ ഏത് നിലയ്ക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിലും, അതിന് വിശകലനം ചെയ്യുകയാണെങ്കിലും, വിശുദ്ധ ഖുർആൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിലും വ്യക്തമായത് പറയുന്നത്, ഒരു സമൂഹം തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊരു സമൂഹത്തിനൊരിക്കലും തന്നെ അതിന് അതിരുകൾ ലംഘിച്ചുകൊണ്ട് പകരം ചോദിക്കാൻ അനുവാദമില്ല. മാപ്പ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലതെങ്കിൽ, അത് നന്മയ്ക്ക് കാരണമായി തീരുന്നുവെങ്കിൽ മാപ്പ് കൊടുക്കുക എന്നാണ് പറയുന്നത്. രണ്ട് സമൂഹങ്ങൾ പരസ്പരം ചണ്ട കൂടുമ്പോൾ മറ്റു സമൂഹങ്ങൾ ഒരുമിച്ച് കൂടി അവരെ സുൽഹ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അതിൻ്റെ ഫലമായി സമാധാനത്തെ നീതിപൂർവം നടപ്പിൽ വരുത്താൻ ശ്രമിക്കേണ്ടതാണ്. പരസ്പരം സുൽഹ് ചെയ്തതിന് ശേഷം ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു ഭാഗം അവർ അതിന് എതിരായി ചെയ്യുകയാണെങ്കിൽ, വീണ്ടും യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ, പിന്നെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ശക്തിയായി അവരുമായി യുദ്ധം ചെയ്യേണ്ടതാണ്. അവർ പിന്മാറുന്നവരെ യുദ്ധം ചെയ്യേണ്ടതാണ്. അങ്ങനെ അവരവരുടെ ഈ അക്രമത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പിന്നെ അവർക്കെതിരെയുള്ള ഒരു ശക്തിയും പ്രയോഗിക്കാൻ പാടില്ല. സമാധാനം ൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നീതി ആയിരിക്കണം. ഈ മൂന്നാം ലോക ശക്തികൾ അവർ പരസ്പരം അവർ എപ്പോഴും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലെ കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അവർ അമാനത്തിൽ ഖയാനത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. UN ആണെങ്കിലും മറ്റേതെങ്കിലും സമൂഹങ്ങളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ഈ കാര്യങ്ങൾക്ക് വേണ്ടി അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് പ്രയോജനം കിട്ടും. പക്ഷേ അത് സാധ്യമല്ല. ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. ഇന്ന് ഇങ്ങനെ വലിയ ശക്തികൾ തങ്ങളുടെ ഇഷ്ടപ്രകാരം തോന്നിയ രീതിയിൽ തങ്ങളുടെ വീറ്റ് ഉപയോഗിക്കുകയും അവർ തോന്നുകയും ചെയ്യുകയുമാണെങ്കിൽ അത് സാധ്യമല്ല. ലോകത്ത് സമാധാനമില്ലാതായത് കാരണം UNOയുടെ ഭാവി തീർച്ചയായും നല്ല രീതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ആദ്യം ലീഗ് ഓഫ് നേഷൻസ് ഉണ്ടായി, അതില്ലാതായി. നമുക്ക് അന്താരാഷ്ട്രീയ തലത്തിലുള്ള നിയമങ്ങൾ
അത് ഇല്ല എന്നതിന് തുല്യമാണ്. നിയമങ്ങളെ ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നില്ല. അതിൻ്റെ ഭയാനകമായ പരിണിതികൾ അത് നമുക്കറിയാം. ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്തെന്നാൽ, വളരെ ഭയാനകമായ യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് തമ്മിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റഷ്യ യുക്രൈൻ തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഭയാനകമായ യുദ്ധവുമാണ്. ചില ആളുകൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം, ഇസ്രായേലും ഫലസ്തീനും ഇടയിൽ ഉള്ള തർക്കം അത് മതപരമാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. പക്ഷെ അതിന് വിപരീതമാണ്. ഇത് തികച്ചും അത് പ്രാദേശിക പ്രശ്നങ്ങളാണ് ഇതിന് കാരണം. അത് പ്രാദേശിക സ്ഥലങ്ങളെ പിടിച്ചടക്കുന്നതിനുള്ള യുദ്ധമാണ്. തീർച്ചയായും ഇതിൻ്റെ ബന്ധം പ്രാദേശികമാണ്. അത് അവരെ പിടിച്ചെടുക്കുന്നതിനും അവിടെ തങ്ങളുടെ ഭരണകൂടം സ്ഥാപിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് തീരുമാനം പിന്നീടുണ്ടാവുകയാണെങ്കിലും അതെല്ലാ നിലയ്ക്കും നീതിയിലും അധിഷ്ഠിതമായ അനുവാദമാണ്. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ പിന്നീട് UN പ്രയോജനം തന്നെയില്ല. അതല്ലെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് പ്രസക്തിയില്ലാതായി തീരുന്നു. ഏതായാലും അതിൻ്റെ പരിണിതി എന്ന് പറയുന്നത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റഷ്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് വീറ്റോ പവറുണ്ട്. അവർ യുക്രൈനും ഒരു നിലയ്ക്ക് വീറ്റോ ഉണ്ട്. കാരണം അവരുടെ കൂടെയുള്ളവർ മറ്റ് സെക്യൂരിറ്റി കൗൺസിലുള്ള മറ്റ് സ്ഥായിയായ മെമ്പർമാർ കൂടെയുണ്ട്. എന്നിരിക്കെ രണ്ടു കൂട്ടരും ഏത് സമയത്ത് വീറ്റോർക്ക് ഉപയോഗിക്കാൻ കഴിയും. നേർക്കയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും മുഖേനയോ ഒരു വിഭാഗം തങ്ങൾക്ക് അല്പമെങ്കിലും എന്തെങ്കിലും രീതിയിൽ തങ്ങൾക്കുള്ളിൽ ഒരു വ്യത്യാസമുണ്ടാക്കണമെന്നുകൊണ്ട് തോന്നുന്നില്ല. തങ്ങളുടെ വീറ്റോ മുഖേന നീതിക്കെതിരിലെന്തും ചെയ്യാമെന്നാണ് കാണുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. രണ്ട് ഫലസ്തീനികൾക്കും അതുപോലെ തന്നെ ഇസ്രായേലികൾക്കും ഉണ്ടെയും അടുപ്പക്കാരാണ് ഇവിടെ ഉള്ളത്. അവർ മാസങ്ങളായി അവിടെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട്. UN സെക്യൂരിറ്റി കൗൺസിലിലെ 13 മെമ്പർമാർ ഗസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പറഞ്ഞു. പക്ഷേ അമേരിക്ക അവിടെ വീറ്റോ പ്രയോഗിച്ചു. അതിൻ്റെ പരിണിതഫലമായി കൊണ്ട് ഈ ആവശ്യം അത് ഒന്നും ഇല്ലാതായി തീരുകയാണ് ചെയ്തത്. എന്നിരിക്കെ ഇതിനെന്ത് ലോജിക്കാണുള്ളത്? ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനം ഉണ്ടാകുമ്പോഴും വീറ്റോ പ്രയോഗിക്കപ്പെടുന്നു. ഇതാണോ ജനാധിപത്യം? ഇതിന് നേർവിപരീതമായി മനുഷ്യനുണ്ടാക്കിയ നിയമങ്ങൾ തീർച്ചയായും ദുർബലമാണ്. വിശുദ്ധ അല്ലാഹു പറയുന്നു, ഒരു സമൂഹത്തോടുള്ള വിരോധം നിങ്ങൾ ഒരിക്കലും തന്നെ അവർക്ക് എതിരിൽ നിങ്ങൾ നീതിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ അതാണ് തഖ്വ. നീതിയിൽ നിന്ന് വിട്ടുപോകാതിരിക്കുക, അതാണ് തഖ്വ. മതമില്ലാത്ത ആളുകൾ ഈ ഖുറാനിക അധ്യാപനത്തെ അതിൻ്റെ ആഴത്തിലുള്ള കാര്യങ്ങളെ മനസ്സിലാക്കാൻ അവർ കഴിയും. നിങ്ങൾ ചിന്തിക്കുന്നത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ഇത്രമാത്രം നീതിയിൽ അടിസ്ഥാന ഉള്ളതാണെങ്കിൽ പിന്നെന്തുകൊണ്ടാണ് ഇസ്ലാം ശക്തി പ്രയോഗിക്കുന്നതും അതുപോലെ തന്നെ പ്രചരിപ്പിക്കുന്നതുമാണ് എന്നൊന്നുകൊണ്ട് പറയപ്പെടുന്നു. ഈ അടുത്ത കാലത്തും ഈ കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെയുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പ്രസ്താവനകളിൽ ഇസ്ലാം വീണ്ടും ബലാത്കാരത്തിന് മതമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ള യുദ്ധങ്ങൾ മുഴുവനും ഖുലഫാക്കൾ ചെയ്തിട്ടുള്ള യുദ്ധങ്ങൾ, അവർ പങ്കെടുത്തുള്ള യുദ്ധങ്ങൾ
അത് മുഴുവൻ തീർച്ചയായും പൂർണ്ണമായും പ്രതിരോധ യുദ്ധങ്ങളായിരുന്നു. വിശുദ്ധ ഖുർആനിൽ പ്രതിരോധ യുദ്ധങ്ങൾ ചെയ്യുന്നതിനുള്ള അനുവാദം നൽകുന്നത് തന്നെ മറ്റൊരു മാർഗവും ഇല്ലാതാകുമ്പോഴാണ്. ഇസ്ലാമിക ചരിത്രം നിങ്ങൾ വായിച്ചു നോക്കുക. മുസ്ലിങ്ങൾക്ക് മേൽ ഒരുപാട് അക്രമങ്ങൾ നടത്തി. അതിൻ്റെ പരിധി ലംഘിച്ചപ്പോൾ വിശുദ്ധ ഖുർആനിലെ 22-ാമത് സൂറത്തിൽ 40-ാമത്തെ ആയത്തിൽ അള്ളാഹു വ്യക്തമായ രീതിയിൽ പറയുന്നു, അവർക്ക് യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ അവർക്ക് തിരിച്ചടിക്കാനുള്ള അനുവാദം കൊടുത്തത്. അവർക്കുള്ള അനുമതി കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഇവിടെ ഈ അക്രമം തുടർന്നു കൊണ്ടുപോകുമായിരുന്നു. ഈ യുദ്ധത്തിന് അനുവാദം കൊടുത്തത് തന്നെ ഇസ്ലാമിനെ പ്രതിരോധിക്കുന്നതിന് മാത്രമായിരുന്നില്ല, മറിച്ച് അതിന് എല്ലാ മതങ്ങളെയും പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതുപോലെ തന്നെ വിശ്വാസ സ്വാതന്ത്ര്യം അത് രണ്ടിനും നിലനിർത്തുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന, ഞാൻ ഈ യുദ്ധം മുഖേന പ്രതിരോധ യുദ്ധം മുഖേന അതിന് അനുവാദം നൽകിയിരുന്നുവെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ പള്ളികളും ആരാധനാലയങ്ങളും മുസ്ലിം പള്ളികളും അള്ളാഹുവിൻ്റെ നാമം കൂടുതൽ ഉച്ചരിക്കപ്പെടുന്ന ഈ സ്ഥലങ്ങൾ മുഴുവനും നശിപ്പിക്കപ്പെടുമായിരുന്നു. അതുകൊണ്ട് മുസ്ലിങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ എല്ലാ മതങ്ങളുടെയും നിങ്ങൾ അംഗീകരിക്കുകയും അതിൻ്റെ ഇബാദത്ത് കേന്ദ്രങ്ങളെ നിങ്ങൾ സംരക്ഷിക്കുകയും വേണമെന്നാണ്. ആർക്കും അത് നശിപ്പിക്കരുത് എന്നായിരുന്നു. എവിടെയെല്ലാം പ്രതിരോധത്തിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം മുസ്ലിങ്ങളോട് ശക്തമായ രീതിയിൽ ഉള്ള നിയമങ്ങളും അവിടെ നിർണ്ണയിക്കപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. യുദ്ധത്തിനുള്ള നിബന്ധനകളുണ്ട്. യുദ്ധങ്ങളുടെ അടിസ്ഥാനം ഒരിക്കലും തന്നെ വ്യക്തിപരമായ ലക്ഷ്യങ്ങളായിരിക്കരുത്, ഭൂമി കൈയടക്കുന്നതിനായിരിക്കരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മേൽ അധികാരം അടിച്ചമർത്തുന്നതിനാകരുത്. മുസ്ലിങ്ങൾക്ക് യുദ്ധം ചെയ്യുന്നതിന് അനുവാദം കൊടുത്തത് അവർക്ക് മേൽ യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് പ്രതിരോധ യുദ്ധം ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇനി ഒരാൾ യുദ്ധത്തിൽ മുൻകടക്കുകയാണെങ്കിൽ മറ്റുള്ളവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവരുടെ കൈ പിടിച്ചു വയ്ക്കുകയും അങ്ങനെ അവരുടെ ദുൽമിൽ നിന്ന് പിന്മാറാൻ അവരെ നിർബന്ധിക്കുകയും വേണം. അങ്ങനെ അവിടെ തന്നെ ആ പ്രതികാരത്തിൽ ദാഹം അവസാനിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, യുദ്ധത്തിനുള്ള യാതൊരു നിയമവും കാണുന്നില്ല. എല്ലാ നിലയ്ക്കും ഏത് തരത്തിലും അതിനെ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. യുദ്ധത്തെ പരത്തിക്കൊണ്ടിരിക്കുന്നു. അത് പരത്താനുള്ള കാരണം അത് ഭൂമികളെ കൈയടക്കുന്നതിനാണ്. അങ്ങനെ ഒരു മുസ്ലിമിനും തന്നെ മസ്ജിദുകളെ തങ്ങളുടെ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടുത്താൻ, അതിനുള്ള കേന്ദ്രമാക്കുന്നതിന്, ആയുധപ്പുരയാക്കുന്നതിന് ആർക്കും തന്നെ അനുവാദമില്ല. ഇസ്ലാം വളരെ ശക്തമായ രീതിയിൽ അത് വെറുക്കുന്നു. ശത്രുവിൻ്റെ ആരാധനാ കേന്ദ്രങ്ങളെപ്പോലും നഷ്ടം വരുത്തരുത് എന്നാണ് പറയുന്നത്. കൂടാതെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ മൃതദേഹങ്ങളെ വികൃതമാക്കുന്നൊരു സ്വഭാവം ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അതായത് മൃതദേഹങ്ങളെ, അവരുടെ ശരീരഭാഗങ്ങളെ വികൃതമാക്കുമായിരുന്നു. പക്ഷേ മൃതദേഹത്തോട് ഒരു തരത്തിലുള്ള അനാദരവും കാണിക്കരുത് എന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും അവരൊരിക്കലും തന്നെ ഇസ്ലാം അവരെ ആക്രമിക്കാൻ അനുവാദം നൽകുന്നില്ല, അവർ യുദ്ധത്തിൽ ഉൾപ്പെടുത്താൻ അനുവാദം നൽകുന്നില്ല. കൂടാതെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തങ്ങളെ മാറ്റിവെച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ പാദ്രിമാർ, അല്ലെങ്കിൽ യഹൂദികളുടെ മതപുരോഹിതന്മാർ, അവരാരും ഇതിനെ ആക്രമിക്കരുത് എന്നാണ് പറഞ്ഞത്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം സൈന്യത്തിന് ശക്തമായ രീതിയിൽ അവരോട് പറഞ്ഞത്, നിങ്ങളൊരിക്കലും തന്നെ പൊതുസമൂഹത്തെ അവരുടെ ഒരിക്കലും തന്നെ അവിടെ ഭീതി പരത്തരുത് എന്നായിരുന്നു. ഒരു നിലയ്ക്കും തന്നെ നീതിയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന് പറഞ്ഞു.
മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിങ്ങളോട് ഒക്കെ നൽകിയ അധ്യാപനം, മുസ്ലിങ്ങൾ സൈന്യം പട്ടണങ്ങളിൽ ഒരിക്കലും തന്നെ അവിടെ തമ്പടിക്കരുത് എന്നാണ്. അത് അവിടെ പട്ടണത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങളും അതുപോലെ തന്നെ അവർ ഒരുപാട് ഭയവും അവർക്ക് ഉണ്ടാകുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പൊതു സമൂഹത്തിൽ ഒരിക്കലും തന്നെ പ്രയാസങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പറയുകയുണ്ടായി. രണ്ട് ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അവരുടെ ബന്ദികളായി എടുക്കുകയാണെങ്കിൽ അവർ ഒരുമിച്ച് ഒരു ഭാഗത്ത് വെക്കണമെന്നും അവരുടെ എല്ലാ തരത്തിലുള്ള വിശ്രമത്തിലുള്ള സംവിധാനം ഉണ്ടാക്കണമെന്നും പറയുകയുണ്ടായി. തങ്ങളുടെ വിശ്രമത്തെക്കാളും അവരുടെയൊക്കെ മുൻഗണന കൊടുക്കണമെന്നും പറയുകയുണ്ടായി. ശക്തമായ രീതിയിൽ അവരെ യുദ്ധ തടവുകാരെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ നല്ല രീതിയിൽ പെരുമാറാൻ, സഹിഷ്ണുതയോടെ പെരുമാറാൻ പറഞ്ഞു. മറ്റൊരു നിർദ്ദേശം മറ്റ് സമൂഹത്തിലെ പ്രതിനിധികളെ അവരെ വളരെ നല്ല രീതിയിൽ ആദരിക്കണമെന്ന് പഠിപ്പിക്കുകയുണ്ടായി. അവരോട് ആദരപൂർവ്വം പെരുമാറുകയാണ് വേണ്ടത്. അങ്ങനെ ഉണ്ടാകുന്നില്ലെങ്കിൽ അവിടെ സമാധാനത്തിന് സ്ഥാപനത്തിന് അത് വളരെ പ്രയാസകരമായിരിക്കും. ഈ അടിസ്ഥാനപരമായ നിയമങ്ങളാണ്, അടിസ്ഥാന തത്വങ്ങളാണ് ഇസ്ലാം യുദ്ധത്തെ സംബന്ധിച്ച് നിലനിർത്തിയിട്ടുള്ളത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്ലാം യുദ്ധങ്ങളുടെ അടിസ്ഥാനം നീതി സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പൂർണ്ണമായ രീതിയിലും അവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാ മുസ്ലിം സമൂഹങ്ങളും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളും ഇസ്ലാമിക അധ്യാപനങ്ങളനുസരിച്ച് നീങ്ങിക്കൊണ്ട് അവർ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അങ്ങനെ വേണം പങ്കെടുക്കാൻ. മുസ്ലിം സമൂഹങ്ങൾ ഈ ഇസ്ലാമിക തത്വങ്ങളെ ജീവിക്കുകയാണെങ്കിൽ അവസ്ഥകൾ ഇത്രമാത്രം മോശമാകില്ലായിരുന്നു. ഇത്രമാത്രം അസ്വസ്ഥതയും അതുപോലെ തന്നെ ശത്രുതയും അതുപോലെ തന്നെ വെറുപ്പും തലമുറകളായി സമൂഹങ്ങളിൽ നിലനിന്നു പോകില്ലായിരുന്നു. നമ്മൾ എല്ലാ സമൂഹങ്ങളും, അത് പാശ്ചാത്യരാണെങ്കിലും അവരുടെ ഹൃദയങ്ങളിൽ ഇസ്ലാമിൻ്റെ സംബന്ധിച്ച് ഒരുപാട് വെറുപ്പുണ്ട്. അല്ലെങ്കിൽ മുസ്ലിം സമൂഹങ്ങൾ അവരെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സമാധാനം സ്ഥാപിതമാകണമെങ്കിൽ ഇസ്ലാമിൻ്റെ ആ പാഠങ്ങളെ, ആ തത്വങ്ങളെ, യുദ്ധത്തിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ രഞ്ജിപ്പിനെ സംബന്ധിച്ചുള്ള പാഠങ്ങളെ അവർ പ്രാവർത്തികമാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആഗോള തലത്തിലുള്ള ഒരു പ്രയാസത്തിൻ്റെ അല്ലെങ്കിൽ നാശത്തിൻ്റെ വക്കിലാണ് നമ്മളുള്ളത്. ഈ വളരെ ഭയാനകമായ അവസ്ഥയായിരിക്കും ഉണ്ടാവുക. വരും തലമുറകൾക്ക് അതിന് വില കൊടുക്കേണ്ടതായി വരും. ഇപ്പോൾ പൊതുസമൂഹവും ഈ എത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ പറയുന്നത് വളരെ ഉയർന്ന രീതിയിലുള്ള ഒരു കോളമിസ്റ്റ് ഇതിനെ സംബന്ധിച്ച് പറയുന്നത് ലോകം നാലാമത്തെ ഒരു പ്രയാസത്തിൻ്റെ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം പാശ്ചാത്യ നേതാക്കന്മാരുടെ അനീതിയും നീതിപൂർവമല്ലാത്ത തീരുമാനങ്ങളുമാണ്. തുടർന്ന് എഴുതുന്നു, പാശ്ചാത്യ സമൂഹങ്ങൾ അവരുടെ ചിന്താഗതികൾ, റഷ്യയും ചൈനയും വലിയ സമൂഹങ്ങൾ എല്ലാ നിലയ്ക്കും ശത്രുക്കളാണ് എന്നുള്ളത് അത് അവരുടെ മനസ്സുകൾക്കുള്ളിൽ ഒരുപാട് തെറ്റായ ചിന്താഗതികൾ ഉണ്ടാക്കുന്നു. ആ പ്രോസസ്സായി പറയുകയാണ്, ഈ എല്ലാ കാര്യങ്ങളും ഒരു ഭാഗത്ത് മാറ്റിവെക്കുകയാണെങ്കിൽ പോലും ഭയാനകമായ അവസ്ഥകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ നേതാക്കന്മാർ തങ്ങളുടെ അവരുടെ സമാധാനത്തിന് അത് പ്രയാസകരമായി തീരുന്നു. യൂറോപ്യൻ സമൂഹത്തിന് മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കേണ്ടതാണ്. പക്ഷേ അതിനോട് റഷ്യയിലും ഉൾപ്പെടുത്തുക. റഷ്യയും അവരുടെ അടുത്തുള്ള സ്ഥലമാണ്, അവരും അവരുടെ കൂടെ ഉള്ളവരാണ്. ഇങ്ങനെ അതുപോലെ തന്നെ ചെങ്കടലിന് ചുറ്റുവട്ടത്തും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതിനെയും നല്ല രീതിയിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഈ നിലയ്ക്കും
അവരുടെ കയ്യിലാണ് ഇതിൻ്റെ ലോകത്തിന് സമൂഹത്തിനെ നന്നാക്കുന്നതിനുള്ള അവരുടെ എല്ലാ തരത്തിലുള്ള താക്കോലും അവരുടെ കയ്യിലാണുള്ളത്. ഹമാസിനും ഇസ്രായേലിനും ഇടയിലുള്ള യുദ്ധത്തെ സംബന്ധിച്ച് കാണുമ്പോൾ അതിൻ്റെ ശക്തമായ രീതിയിൽ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നു, പ്രയാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്, ഒരു യഹൂദി പറയുകയുണ്ടായി, ശക്തമായ രീതിയിൽ ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ അതിനെ അപലപിക്കുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നെതന്യാഹുവും അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ളവരുടെ സഹായികളും ഗസയിലെ മുസ്ലിങ്ങളോട് ചെയ്യുന്ന പെരുമാറ്റം അത് ഒരിക്കലും തന്നെ വിവരണാതീതമാണ്. അത് പറയുന്നു, 25,000-26,000 ആളുകൾ കൊല്ലപ്പെട്ടതിന് അവരെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചപ്പോൾ അന്ന് 26,000 ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതിൽ 2/3 ഭാഗവും സ്ത്രീകളോ കുട്ടികളോ ആണ്. 65,000 ആളുകൾ അവിടെ പരിക്കേറ്റു. നമ്മൾ ഗസയിലെ 70% വീടുകളും അവിടെ നശിപ്പിക്കപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയുന്നു. അവിടെ ഒരുപാട് ആളുകളെ അവർ വീടുകളിൽ നിന്ന് പുറത്താക്കി. പ്രതീക്ഷിക്കുന്നത് എല്ലാ വ്യക്തികളും ഇതിനെ മനസ്സിലാക്കുകയും അങ്ങനെ എങ്ങനെയാണ് ലക്ഷക്കണക്കിന് കുട്ടികൾ ഇപ്പോൾ വിശപ്പ് കാരണം മരണത്തിൻ്റെ വായിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിനെ സഹായിക്കാൻ പാശ്ചാത്യ ശക്തികൾ അതിനോട് ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ഇസ്രായേലിനോടൊപ്പം. അവർ നെതന്യാഹുവിൻ്റെ ഗവൺമെൻറ്റിനെ ഒരു അല്പം പോലും അവർ സഹായിക്കുകയാണെങ്കിൽ അതും സുൽമിൽ ഭാഗവാക്കാകുന്നതിന് തുല്യമാണ്. സാൻഡസ് എന്ന ആൾ പറയുന്നു, ഈ പ്രദേശത്തിൻ്റെ ചരിത്രം വളരെയധികം ഭയാനകമാണ്. ഹോളോകോസ്റ്റിൽ 6-7 ലക്ഷം മുസ്ലിങ്ങളെ യഹൂദികളെ കൊന്നതുപോലെ ഇന്ന് അവിടുന്ന് മുസ്ലിങ്ങളെ അവർ അടിച്ചിറക്കുന്നു. ഫലസ്തീനികളുടെ ആളുകൾ തങ്ങളുടെ ഭൂമിയിൽ നിന്ന് അവരുടെ അവകാശമുണ്ട്. ഏതായിരുന്നു നമുക്ക് 2 രീതിയിലുള്ള സാമൂഹിക വസ്തുക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കൂടാതെ 2 കൂട്ടരെ പറയുകയാണ്. അങ്ങനെ ഒരുപാട് നിരൂപകരുണ്ട്. അവർ തുറന്ന രീതിയിൽ ഇസ്രായേലിനെ അവർ അപലപിക്കുന്നു. എനിക്ക് സന്തോഷമൊന്നുമില്ല ഞാൻ ഈ കാര്യങ്ങൾ വിവരിക്കുന്നതിൽ. പക്ഷേ ഞാൻ ദുആ ചെയ്യുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പ്രത്യാശ വെച്ച് ചോദിച്ചിരുന്നത് ലോകത്തിൽ എത്രയും പെട്ടെന്ന് ബുദ്ധി വരട്ടെ എന്നാണ്. ഈ അക്രമത്തിൽ നിന്നും അനീതിയിൽ നിന്നും യുദ്ധവും അവസാനിപ്പിക്കാൻ അവർക്ക് ബുദ്ധി ഉണ്ടാകട്ടെ എന്നാണ് എൻ്റെ വീക്ഷണം. പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിക്കേണ്ടതാണ്. ഹമാസിനും ഇസ്രായേലിനും ഇടയിൽ യുദ്ധം പൂർണ്ണമായും ഇല്ലാതാക്കേണ്ടതാണ്. ഉക്രൈൻ റഷ്യയുടെ ഇല്ലാതാക്കേണ്ടതാണ്. അതും എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതാണ്. അത് അവരുടെ കൂട്ടിലുള്ള ആളുകളെ യുദ്ധത്തിൽ കൂടുതലായി വലിച്ചഴിക്കുന്നതിനും പകരം അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികൾ തങ്ങളുടെ ഈ സമൂഹങ്ങളെ അവർ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കേണ്ടതാണ്. അങ്ങനെ അത് ഒരു നീണ്ട കാലത്തേക്കുള്ള സമാധാനത്തിന് അത് കാരണമായി തീരണം. അങ്ങനെ പിന്നീട് വീണ്ടും മറ്റേതെങ്കിലും രീതിയിലുള്ള അക്രമവും അതിന് ഇല്ലാതാക്കുന്നതിന് ശ്രമിക്കേണ്ടതാണ്. അങ്ങനെ ജനങ്ങളെ മരണവക്രത്തിലേക്ക് അയക്കാതിരിക്കേണ്ടതാണ്. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് ഈ റേഡിയേഷനുകൾ അതുപോലെ തന്നെ ആറ്റമിക വികിരണങ്ങളിൽ നിന്ന് അതിൻ്റെ രക്ഷപ്പെടുന്നതിന് വേണ്ടി ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത തലമുറ രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അവർ വികലാംഗരാകാതിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ശവപ്രാർത്ഥന കിട്ടാതിരിക്കണമെങ്കിൽ
ഈ പിന്നീടുണ്ടാകുന്ന അവസ്ഥകൾ, യുദ്ധത്തിൻ്റെ പരിണിതപരമായി ഉണ്ടാക്കുന്ന അവസ്ഥകൾ, അതിനെ സംബന്ധിച്ച് ഈ പോളിസി ഉണ്ടാക്കുന്ന ആളുകൾ വളരെ അവധാനപൂർവം തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് അവർ തീരുമാനം എടുക്കേണ്ടതായി വരും. തങ്ങളെ വലുതാണെന്ന് അവരുടെ തങ്ങൾ വലുതാണെന്ന് കരുതിക്കൊണ്ട് അഹങ്കാരത്തിലേക്ക് പോകാതെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അതീതമായിക്കൊണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി അവർ പരിശ്രമിക്കേണ്ടതാണ്. വരും തലമുറകൾക്ക് നമ്മൾ ഒരു എല്ലാ നിലയ്ക്ക് സമാധാനത്തിന് ലോകം നമ്മൾ അവർക്ക് വേണ്ടി വിട്ടു കൊടുക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ശക്തികളും ഈ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. അങ്ങനെ നമുക്ക് ഒരു ലോകം, അത് സമാധാനത്തിൻ്റെ കളിത്തോട്ടിലായിട്ട് ഒരു ലോകം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ്. അത് സമാധാനത്തിലധിഷ്ഠിതമായിട്ടുള്ള, നീതിയിലധിഷ്ഠിതമായിട്ടുള്ള ഉള്ള സമൂഹമായിരിക്കാം. അത് ഇല്ലാതാകാനുള്ള അവസ്ഥയായിരുന്നു. ഇവിടെ എല്ലാവർക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. എൻ്റെ പ്രഭാഷണം നിങ്ങൾ കേൾക്കുകയുണ്ടായി. എനിക്കൊരു നീണ്ടൊരു പ്രസംഗം ചെയ്യേണ്ടതായി വന്നു. പക്ഷേ അത് ഈ ഒരു അവസ്ഥയിൽ മുൻനിർത്തിക്കൊണ്ട് എനിക്കത് ചെയ്യേണ്ടത് വന്നു. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. നിങ്ങളിവിടെ വന്നതിൽ നിങ്ങളെല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുള്ളവനാണ്. We will now conclude the formal program. इस तकरीब का अख्ताम दुआ से होगा. നമ്മൾ സമാപനത്തിലേക്കാണ് കിടക്കുന്നത്. ഹുസൂർ തിരുമനസ് ദുആ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ മൗന പ്രാർത്ഥനയിൽ പങ്കുചേരുക. آمين.